അപ്പോൾ നമ്മൾ കഴുത്തുവേദനയെ പറ്റി പറഞ്ഞു. കഴുത്തുവേദന വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. മെഡിസിനും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊരു വർഷത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളടുത്ത് സ്ട്രെച്ചിങ് എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യണം. അതുപോലെ നമ്മൾ ഹാബിറ്റിലായിട്ടുള്ള കുറേ കാര്യങ്ങൾ മാറ്റം വരുത്തണം. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറൊക്കെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമ്മളൊരു അരമണിക്കൂർ 20 മിനിറ്റ് എഴുതി കഴിഞ്ഞാൽ സിസ്റ്റത്തിന് മുന്നിൽ ഇരുന്നിട്ട് നടുവും കഴുത്തൊക്കെ നന്നായിട്ട് 4 സൈഡിലും സ്ട്രെച്ച് ചെയ്ത് കൊടുക്കും. 2 തലയണൊക്കെ വെച്ച് മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ആ ശീലം ഒഴിവാക്കണം. മൊബൈൽ ഫോണൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ കഴുത്തൊക്കെ സ്ട്രൈറ്റ് വെച്ചിട്ട് ഇരുന്നിട്ട് കുറച്ച് നേരം ഉപയോഗിക്കുക. മണിക്കൂറുകളോളം മൊബൈൽ ഫോണിലൊക്കെ ഉപയോഗിക്കുന്നതൊക്കെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ കൈ പിന്നിലോട്ട് വെക്കുക, മാക്സിമം കഴുത്ത് പിന്നിലോട്ട് തള്ളി കൊടുക്കുക. തലേൻ്റെ ബാക്കിൽ കൈ കൊണ്ട് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. താടൊക്കെ ഒരു സപ്പോർട്ട് കൊടുക്കുക. പരമാവധി താഴോട്ട് അമർത്തിക്കൊണ്ടിരിക്കുക. ഈ കഴുത്തുവേദനയായിട്ട് നമ്മൾ ഒപിയിൽ കൂടുതൽ വരുന്നത് ഈ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ് കൂടുതലായിട്ട്. അപ്പോൾ അവർക്ക് എന്ന് വെച്ചാൽ അവർ കഴുത്തും ഒക്കെ സ്ട്രെച്ച് ചെയ്ത് കൊടുക്കണം. അതായത് ഒരു അരമണിക്കൂർ 20 മിനിറ്റ് കഴിയുമ്പോൾ കഴുത്തൊക്കെ നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മൾ കഴുത്തൊരു സൈഡിലോട്ട് മാക്സിമം തിരിച്ചിട്ട് നമുക്ക് എത്രമാത്രം കഴിയും അത്രയും തിരിച്ചിട്ട് മാക്സിമം ഒരു 10 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കുക. പിന്നെ നേരെ അടുത്ത സൈഡിലോട്ട് ഒരു മാക്സിമം തിരിച്ച് ഒരു 10 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കുക. പിന്നെ നമ്മൾ മേലക്കും 10 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കുക, അടിക്ക് 10 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കുക. പിന്നെ സൈഡിലേക്ക് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക, ചെരിക്കുക, കഴുത്ത് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക, ഒരു 10 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കുക. പിന്നെ ഈ സൈഡിലോട്ട് അടുത്ത സൈഡിലോട്ട് നേരെ സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക, ഒരു 10 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കുക. പിന്നെ കഴുത്തൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക, 2 സൈഡിലേക്ക് നന്നായിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കഴുത്തിന് നല്ലൊരു ആശ്വാസം കിട്ടും, ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കിട്ടും. അങ്ങനെയാണ് നമുക്ക് പെയിനൊക്കെ ഇതൊക്കെ ഒരുപാട് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയാം. അപ്പോൾ നമുക്ക് കഴുത്ത് വേദന വരാതിരിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഓക്കെ, താങ്ക് യു ആൾ.